കരോക്കെയും കവിതകളും വേദിയിലെത്തിച്ച് തിരുവനന്തപുരത്തെ മധുരം ജീവിതം വയോജനോത്സവം. വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച മേളയ്ക്ക് ഇന്ന് സമാപനമാകും. പ്രായം എത്രയായി എന്ന് ചോദിക്കാൻ വരട്ടെ, കവിതയിലും കരോക്കയിലും ഒട്ടും മടിയില്ലാതെ പങ്കെടുക്കുകയാണിവർ. അല്പം പേടിയും ചമ്മലും ഒക്കെ ഉണ്ടെങ്കിലും പണ്ടെന്നോ മറന്നുപോയ വരികളും കവിതകളും ഓർത്തെടുക്കുകയാണ് ഈ മുതിർന്ന യുവതി യുവാക്കൾ. തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ മധുരം ജീവിതം എന്ന വയോജനോത്സവത്തിലാണ് ഈ പാട്ടുവിശേഷങ്ങൾ. പണ്ട് പള്ളിയിൽ പാടിയ ഓർമ്മകളാണ് ജോൺ ജോർജിനെ വേദിയിലെത്തിച്ചത്. ജോൺ വേദിയിൽ പാടുമ്പോൾ വേദിക്ക് പുറത്ത് വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്ന തിരക്കിലായിരുന്നു കൂട്ടുകാരി. പാടിക്കഴിഞ്ഞ് സ്റ്റേജിൽ നിന്നിറങ്ങി. പിന്നെ പാടിയത് നോക്കി ആസ്വദിക്കുന്ന തിരക്കാണ്. കുറെ നാളുകൾക്ക് ശേഷം ലഭിച്ച ഈ അവസരത്തിൽ ആൾ എന്തായാലും ഹാപ്പിയാണ്. പിന്നെ പാടാനായിട്ട് ഒത്തിരി ആഗ്രഹമുള്ള ആളായിരുന്നു. പാട്ടൊന്നും എന്നെ വലുതായിട്ട് പഠിച്ചിട്ടില്ല. പിന്നെ കുഞ്ഞിലെ ഞാൻ പള്ളിയിലൊക്കെ കൊയറിൽ പാടുമായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്ത ബ്രദർ നല്ലൊരു വയലിനിസ്റ്റാണ്. ദാസേട്ടൻ്റെയൊക്കെ പ്രിയപ്പെട്ട ഒരു വയലിനിസ്റ്റായിരുന്നു. അന്ന് ഒത്തിരി സിനിമകളിൽ വയലിൻ പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പാട്ടുകൾ ഞങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ട്. മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാർ സമ്മാനിച്ച കവിതകളല്ല, സ്വന്തമായി എഴുതിയ കവിതയാണ് ഉഷാകുമാരി വേദിയിൽ അവതരിപ്പിച്ചത്. അതിലേറെ അഭിമാനവും. നിലങ്ങളെല്ലാം നിലകളായി, അവയ്ക്കുമിതേ വിലകളായി. കുറെ പാടുകയും എഴുതുകയും ഒക്കെ ചെയ്ത കുട്ടിക്കാലത്തെ ഓർമ്മകളായിരുന്നു ഉഷാകുമാരി അമ്മയ്ക്ക്. അങ്ങനെയാണ് കവിത ഞാൻ എഴുതും, പക്ഷേ പുറം ലോകം കണ്ടിട്ടില്ല ഇതുവരെ. ഇതെല്ലാം കൂടുതൽ കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ ബുക്കിനകത്ത് തന്നെ എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അതൊന്ന് പ്രസിദ്ധീകരിക്കാനോ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല, അതിനുള്ള അവസരങ്ങളും ഇല്ല. ഇങ്ങനെ ഇരിക്കുക. ഓരോ ആളും പാടിയിറങ്ങുമ്പോഴും അടുത്തയാൾ ആരെന്ന ആകാംക്ഷയാണ് വേദിയിലെ മുഖങ്ങളിൽ. അവരങ്ങനെ പാടിയും പറഞ്ഞും ഇത്തിരി നേരം ജീവിതത്തിലെ മധുര ഓർമ്മകൾ സമ്പാദിക്കുകയാണ്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് മാത്രം വിശ്വസിക്കുന്ന കുറേയധികം യുവതി യുവാക്കളോടൊപ്പം ക്യാമറ പേഴ്സൺ വിപിൻ വെൺപകലിനൊപ്പം മീര മനോഹരൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.